ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ വർഷ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പൈസ സംബന്ധമായിട്ടുള്ള മണി സംബന്ധമായിട്ടുള്ള അബദ്ധങ്ങളും അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ മലയാളികളെന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ ഒരു ട്രെൻഡ് ഉണ്ട്. അയൽവക്കത്തെ വീട്ടിൽ എന്ത് കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ കാണുന്ന സാധനം നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ കൂടിയും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നമ്മൾ കടന്നു വന്ന കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ കുറച്ച് അത്യാവശ്യം ബില്ലൊക്കെ വന്നപ്പോൾ മൊത്തം അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഹോം ലോൺ പെൻഡിങ് ആയി. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഗോൾഡ് കുറച്ചധികം പണയം വയ്ക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ച് സീരിയസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും നടന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടോട്ടലി തകർന്നു പോയി, ഇനി എനിക്ക് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുക, പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. നമ്മൾ എന്താണോ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുക. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് 9 to 5 ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ EMI, വണ്ടിയുടെ EMI, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ലോൺ, കുട്ടികളുടെ പഠനം, എല്ലാം കൂടി ആ ഒറ്റ വരുമാനത്തിലാണ് പോയിരുന്നത്. അദ്ദേഹത്തിനൊരു പാസീവ് ഇൻകമോ അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഒരു സാധാരണക്കാർക്ക് മിക്കവാറും ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയണത് എന്താ, ഇറ്റ്സ് വേസ്റ്റ് ഓഫ് മണി, അത് ആവശ്യമില്ല, എന്തിനാ ഇത്ര വെറുതെ കാശ് കളഞ്ഞിട്ടെന്നാണ് സാധാരണക്കാർ പറയുക. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് നമ്മളൊരു ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ, ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നല്ലൊരു ബില്ലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു രീതിയിലും എഴുന്നേക്കാൻ നടുനിവർത്താൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫാമിലി ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. നിങ്ങൾ വിചാരിക്കും, എനിക്ക് ഈ വർഷം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ അടച്ച പൈസ വേസ്റ്റ് ആവില്ലേ? എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? നമുക്ക് സംഭവിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ ഫാമിലിയുടെ സെക്യൂരിറ്റി, അതിനാണ് നമ്മളൊരു ഇൻഷുറൻസ് വേണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി മിച്ചം വരുന്ന തുക എത്രയാണോ അത് നമുക്ക് സേവ് ചെയ്യാം. പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. നിങ്ങൾക്ക് സേവ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 20% നിങ്ങൾ സാലറി കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ ഓട്ടോ ക്രെഡിറ്റ് നിങ്ങൾ സാലറി അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോകുന്ന രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടി അല്ലെങ്കിൽ പൈസ കൂലിപ്പണിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഡെയിലി വരുന്ന മാനത്തിൽ നിന്ന് ഒരു ഇത്ര തുക നിങ്ങൾ മാറ്റി വെച്ച് ഒരു പോസ്റ്റ് ഓഫീസ് കോറിയോ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന രീതിയിൽ ഏതൊക്കെ ഡെപ്പോസിറ്റുകൾ ഉണ്ട് എന്നറിഞ്ഞ് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുത്ത്, അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്ത്, ലാസ്റ്റ് എല്ലാം കൂടി ബുദ്ധിമുട്ടി ഒരു രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം എത്തുമ്പോൾ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ വരുമാന സ്രോതസ്സ് നിങ്ങൾ കൂട്ടുക. നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അതിൽ നിന്നൊരു വരുമാനമുണ്ട്, അതുമാത്രം പോരാ. ഇപ്പോൾ 4 മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിയിൽ, അച്ഛൻ, അമ്മ, 2 മക്കളുള്ള ഒരു ഫാമിലിയിൽ അച്ഛനാണ് മെയിൻ ബ്രെഡ് വിന്നർ, അദ്ദേഹമാണ് വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്നത് എങ്കിൽ നമുക്ക് ഭാര്യമാർക്കും മക്കൾക്കും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ സൈഡ് ബിസിനസ്സുകൾ ചെയ്യാം. പല വീടുകളിലും എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം അവൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആണുങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങളുടെ പ്രഷർ കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തിയെയും കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കൂടി ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ചിലവുകൾ നോക്കുന്ന ഒരു വീടും, ഒരാൾ മാത്രം വരുമാനം കൊണ്ടുവന്ന് അയാൾ മാത്രം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ ബാധ്യതകളെക്കുറിച്ചോ നമ്മളുടെ ടെൻഷനുകളെക്കുറിച്ചോ മക്കൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നതും നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ തെറ്റാണ്.
നമ്മൾ മനുഷ്യർ നമ്മളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർക്ക് സുഖങ്ങൾ മാത്രം കൊടുക്കാനുള്ളൊരു വ്യക്തിയായി മാറരുത്. അത് ഭാര്യയായാലും ഭർത്താവായാലും. നമ്മൾ ഒരുപാട് പണത്തിന് ഇമ്പോർട്ടൻസ് നമ്മുടെ ഫാമിലിയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയാണ് തകരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ചില പേരൻസ് ഉണ്ട്, ചില ആളുകളുണ്ട്, പണമുണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയോ മക്കളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളോ ഭാര്യയുമായിട്ടുള്ള നല്ല നിമിഷങ്ങളോ എന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ പണം 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 എന്ന് മാത്രം ചിന്തിക്കുന്നവർ. ചില സ്ത്രീകളുണ്ട്, അവരുടെ സമ്പാദ്യം, അവർ പണിയെടുക്കുന്നത് അവരുടെ മാത്രം പൈസയാണ്, അത് വീട്ടിലേക്ക് ചിലവഴിക്കാൻ തയ്യാറല്ലാത്ത ചില ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഞാനൊരു ആളുടെ കഥ പറയാം. രണ്ടും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ മെയിൻ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് അവിടുത്തെ അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുമായിരുന്നു. ഒരിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ജോലി കിട്ടുകയും അദ്ദേഹം വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു താങ്ങായി എന്നാണ്. പക്ഷേ ആ അമ്മ ഒരിക്കലും അവരുടെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാനോ തയ്യാറായിരുന്നില്ല. അമ്മയ്ക്ക് കിട്ടുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളം അവർ സ്വർണം വാങ്ങിക്കാനാണ് ഉപയോഗിച്ചത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മകളെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും അവർ ആ പണം അവർക്ക് ഹസ്ബൻഡിന് നൽകില്ല എന്നുള്ളതാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണശേഷം, ആ പണം കൊണ്ട് അവർക്കൊരു ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഹസ്ബൻഡുമായിട്ട് നല്ല നിമിഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടും കണ്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണം മാത്രമല്ല ജീവിതം. നമ്മളുടെ ജീവിതത്തിൽ പണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി ഫാമിലിക്കും പ്രയോറിറ്റി കൊടുത്ത് ഫാമിലിയും നമ്മളും റെസ്പെക്റ്റ് നേടാനും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനുമായിട്ട് പണം ഒരു മാധ്യമമായി മാത്രം കാണുക.